നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് ലാലിഗയിലെ റഫറിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് റയൽ മാഡ്രിഡിന് റഫറിമാർ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. FC ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഇതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കിരീടം നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നായിരുന്നു ചാവി പറഞ്ഞിരുന്നത്. ഞങ്ങൾ ആരും വിഡ്ഢികളല്ല എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അർജന്റീൻ പരിശീലകനായ ഡിയേഗോ സിമിയോണി ഒരു പ്രസ് കോൺഫറൻസിൽ ഇതിലുള്ള പ്രതികരണമായി കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിരിക്കുകയാണ് ചാവി. അതായത് റഫറിമാർ റയലിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് അന്ധനായ മനുഷ്യന് പോലും കാണാൻ കഴിയും എന്നാണ് ചാവി ആരോപിച്ചിട്ടുള്ളത്. റഫറിമാരുടെ തീരുമാനങ്ങളെ കീറിമുറിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന റയൽ മാഡ്രിഡിന്റെ ടിവിക്കെതിരെയും ചാവി ആഞ്ഞടിച്ചിട്ടുണ്ട്. ബാഴ്സ പരിശീലകന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് തങ്ങളുടെ ടിവിയിലൂടെ റഫറിമാരെ കണ്ടീഷൻ ചെയ്യുന്നു. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ എല്ലാ ആഴ്ചയും അവർ ഇത് തുടരുന്നു. അങ്ങനെ റഫറിമാർ സമ്മർദ്ദത്തിലാകുന്നു. നെഗ്രേര കേസിനോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രസിഡന്റ് പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾക്കൊരിക്കലും ബാഴ്സലോണ ആരാധകരെ കബളിപ്പിക്കാനാവില്ലല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അന്ധനായ മനുഷ്യന് പോലും കാണാൻ കഴിയും. സിമിയോണിയും ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ്. എല്ലാവർക്കും കാണാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. മാധ്യമങ്ങൾ അത് തുറന്നു പറഞ്ഞേ മതിയാകൂ. ഇതാണ് FC ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ സീസണോടുകൂടി ബാഴ്സയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും താൻ ഒഴിയും എന്നുള്ള കാര്യം ചാവി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ബാഴ്സലോണ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഡിപ്പോർട്ടീവോ അലാവസ് ആണ് FC ബാഴ്സലോണയുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.